സോ നമ്മുടെ BJP പ്രവർത്തകനായ അല്ലെങ്കിൽ നമ്മുടെ നടനായ കൃഷ്ണകുമാർ അങ്കിൾ നമ്മുടെ ഹേമ കമ്മിറ്റി വിഷയത്തിൽ എന്തോ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ സമയമില്ല സോഷ്യൽ മീഡിയ എടുത്ത് കത്തിക്കാണെന്നൊക്കെ പറയുന്നത് കേട്ടു. എനിവേ ന്യൂസ് ഒന്ന് കേട്ടിട്ട് വരാം. ഓക്കെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ പരിഹസിച്ച നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിനെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം. 4 പെൺമക്കളുള്ള ഒരു പിതാവ് എത്ര നിസ്സാരമായിട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പരിഹസിക്കുന്നതെന്നാണ് പലരുടെയും കമന്റ്. ഭാര്യ സിന്ധുകൃഷ്ണയുടെ യൂട്യൂബ് ചാനലിൽ വന്ന വ്ലോഗിലാണ് കൃഷ്ണകുമാർ റിപ്പോർട്ടിനെ കുറിച്ച് പരിഹസിച്ചു സംസാരിച്ചിട്ടുള്ളത്. നീ ഒന്നും പറയല്ലേ, ഓരോ കമ്മീഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്, ഞാനിവിടെ ഇരിക്കുമ്പോൾ നീ വാതിലൊന്നും മുട്ടിയേക്കല്ലേ എന്ന് കൃഷ്ണകുമാർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സിന്ധുവിനോട് പറയുന്നത്. സിന്ധുകൃഷ്ണ തിരിച്ചും അതേ രീതിയിൽ പ്രതികരിക്കുന്നതും വീഡിയോയിൽ അയ്യോ, ഇതായിരുന്നു ഇത്ര വല്ല പ്രശ്നം ഗൈസ്. എനിക്ക് തോന്നുന്നത് ഞാൻ ആ വ്ളോഗ് ഇരുന്ന് കണ്ടു. വലിയ വ്ളോഗാണ്, കുറേ ഇരുന്ന് കാണാനുണ്ട്. എന്തായാലും ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കണ്ടു. എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച ഒറ്റ കാര്യമുള്ളൂ, അതെല്ലാം സർക്കാസ്റ്റിക്കായ രീതിയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സർക്കാസ്റ്റിക്കായ രീതിയിലാണ് തന്നെ അപ്രോച്ച് ചെയ്തത്. പക്ഷേ എനിക്കിപ്പോഴും പറയാനുള്ള കാര്യം ഇത്രയും ഓക്കെ അവിടെ നിൽക്കട്ടെ, ഇതിപ്പോൾ ഒരു ഫണ്ണായ കോമഡി രീതിയിൽ അവരെടുത്തെങ്കിൽ പോലും ഹേമ കമ്മിറ്റി വിഷയം കുറച്ച് ഗൗരവമേറിയ വിഷയമാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിനൊരു അത്ര ഫണ്ണായി എടുക്കേണ്ടില്ലായിരുന്നു എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ അത് കണ്ടു. പിന്നെ അതൊരു സർക്കാസിക രീതിയിലാണ് അപ്രോച്ച് ചെയ്തത്. സോ അത് ആ ഒരു കാര്യം മനസ്സിലാക്കാം. അതിന് വാക്ക് ന്യൂസ് കേൾക്കും. ഓക്കെ. നിരവധി പേരാണ് ഇതിനെതിരെ കമന്റുമായി രംഗത്തെത്തിയത്. അയാളുടെ മകളും സിനിമ നടിയാണ് എന്നതാണ് കോമഡി. അയാളുടെ ബോഡി ലാംഗ്വേജ് നോക്കിക്കൂ, സ്ത്രീവിരുദ്ധമാണ് ഇവരുടെ അടിസ്ഥാന മുദ്രാവാക്യം എന്നിങ്ങനെ തുടങ്ങിയുള്ള നിരവധി കമന്റുകളാണ് കൃഷ്ണകുമാറിനെതിരെ വരുന്നത്. റിപ്പോർട്ടിന്റെ ഗൗരവ സ്വഭാവത്തെ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംസാരമെന്നും അഭിപ്രായങ്ങളുണ്ട്. ഓക്കെ, എനിക്ക് മനസ്സിലായി. സംഭവം എന്താ വെച്ചാൽ ഹാന, കൃഷ്ണ ഇവരെല്ലാവരും അത്യാവശ്യം ഫേമസ് ആയ യൂട്യൂബേഴ്സാണ്, ആക്ടേഴ്സാണ്. ഓക്കെ. അപ്പോൾ അത്തരത്തിലൊരു അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം സർക്കാസിക രീതിയിൽ വന്നപ്പോൾ ചില ആൾക്കാർക്ക് പൊള്ളിക്കാണ്. പക്ഷേ ഞാൻ പറയാം, ഇതെല്ലാം ഒരു എന്താ പറയുക, നമുക്കൊരു അവർക്ക് അവരുടെ രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിനെ ഒരു സർക്കാസിക രീതിയിൽ അതിനവർ പ്രതിഷേധിക്കുക മാത്രം ചെയ്തത്. ഓക്കെ, അത് വ്ളോഗിൽ ആ വ്ളോഗ് ഒരു ഫൺ രീതിയിലെടുത്ത്. പക്ഷേ എനിക്ക് ഇപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഇത് എത്ര ഫൺ രീതിയിലെടുത്താൽ പോലും ആ ഒരു ഹേമ കമ്മിറ്റിൻ്റെ ആ ഒരു ടോപ്പിക് അത് ഭയങ്കര റെലവൻ്റ് ആണെങ്കിൽ അത് അത്രയും സീരിയസ് ആയ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, പല കാര്യങ്ങളും അതിൽ തെളിയാണ്ട് പലതും തെളിയിക്കാണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ ഈ രീതിയിലെടുത്തത് ഭയങ്കര എനിക്ക് അത്ര രീതിയിൽ തോന്നില്ല. പക്ഷെ അത് വലിയ തെറ്റൊന്നും അതിൽ തോന്നിയിട്ടില്ല.